ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് എ കാണണം. നമ്മളടുത്ത് ആകെ ഉള്ളത് ഡിറ്റർമിനന്റ് ഓഫ് എയും എയുടെ ഓർഡർ ആണ്. രണ്ട് ഫോർമുല മതി. ഓക്കെ, സോ ഈ ഒരു പുതിയ ഫോർമുല നോട്ട് ചെയ്തോ. ഡയറക്റ്റ് അഡ്ജോയിന്റ് ഓഫ് എക്ക് ഫോർമുല ഉണ്ട്. അഡ്ജോയിന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു വാട്ട്? ഡിറ്റർമിനന്റ് ഓഫ് എ റേസ് ടു n minus 1 n minus 2 ദിസ് ഈസ് എ സ്കേലാർ ഇൻറ്റു എ. സോ ഇത് വെച്ചിട്ട് നമ്മൾ ഈ ഡിറ്റർമിനന്റിനുള്ളിലുള്ള അഡ്ജോയിന്റ് ഓഫ് എന്തായിട്ട് മാറും? ഡിറ്റർമിനന്റ് ഓഫ് എന്താണ് അഡ്ജോയിന്റ് ഓഫ് എ? ഡിറ്റർമിനന്റ് ഓഫ് എ റേസ് ടു n minus 2 ഇൻറ്റു. ക്ലിയർ ആണോ? സോ ഫസ്റ്റ് ഫോർമുല അപ്ലൈ. നെക്സ്റ്റ് നമ്മളുടെ ഇതൊരു സ്കേലാർ ആണ്. വാട്ട് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് എ റേസ് ടു ദ പവർ n minus 2 ഈസ് എ സ്കേലാർ. സോ ദിസ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് കെ. ഫോമിൽ വന്നാൽ എന്ത് ചെയ്യണം? അത് പുറത്തേക്ക് എടുക്കാൻ, സ്കേലാർ പുറത്തേക്ക് എടുക്കാൻ എന്തെടുക്കണം? കെ റേസ് ടു n പവർ എടുക്കണം. സോ ഇതിൽ നിന്ന് ഞാൻ വീണ്ടും ഈ ഡിറ്റർമിനന്റ് ഓഫ് എ റേസ് ടു n minus 2 പവർ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് പവറും കൂടെ കൊടുക്കണം? ഓൾ റേസ് ടു n 3 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ. സോ എന്നിന്റെ വാല്യൂ എത്രയാണ്? 3 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര വരും? 3 minus 2 ഹിയർ 1 വരും. സോ ഡിറ്റർമിനന്റ് ഓഫ് എ ക്യൂബ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ. സോ ഡിറ്റർമിനന്റ് ഓഫ് എയുടെ പവർ എത്രയായി? ഡിറ്റർമിനന്റ് ഓഫ് എ റേസ് ടു 4. വാട്ട് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് എ? 9 raised to 4 കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ?